പാലാ നഗരസഭാ കൗൺസിലറായ ബിനു പുളിക്കക്കണ്ടത്തിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇന്നലെ CPM പുറത്താക്കിയിരുന്നു. LDFിന്റെ കെട്ടുറപ്പിനെ ഒലച്ച ഒട്ടേറെ വിവാദങ്ങളുടെ നായകനായിരുന്നു CPM പുറത്താക്കിയ ബിനു പുളിക്കക്കണ്ടം. കേരള കോൺഗ്രസ് M മുന്നണിയിൽ ചേർന്നതിനു ശേഷം ആദ്യമായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് 2020 പാലാ നഗരസഭയിൽ ആദ്യമായി LDF അധികാരത്തിലേക്ക് വരുന്നത്. അന്നു മുതൽ ബിനു പുളിക്കക്കണ്ടമായിരുന്നു വിവാദങ്ങളുടെ കേന്ദ്രബിന്ദു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നഗരസഭാ കൗൺസിൽ യോഗത്തിനിടെ ബിനു പുളിക്കക്കണ്ടവും കേരള കോൺഗ്രസ് എമ്മിലെ ബൈജു കൊല്ലംപറമ്പിലും തമ്മിലുണ്ടായ സംഘർഷം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഏറെ ദോഷം ചെയ്തതായി പരാമർശങ്ങളുമുണ്ടായി. നഗരസഭാ ചെയർമാൻ സ്ഥാനം 1 വർഷം CPMന് നൽകാൻ മുന്നണിയിൽ ധാരണയുണ്ടായിരുന്നു. ബിനു പുളിക്കക്കണ്ടം CPMനെ പ്രതിനിധീകരിച്ച് ചെയർമാൻ ആകുമെന്നും ഏറെക്കുറെ ഉറപ്പായിരുന്നു. എന്നാൽ 2023 CPMന്റെ ഊഴമെത്തിയപ്പോൾ കേരള കോൺഗ്രസ് M തിരിച്ചടിച്ചു. ജോസ് വിഭാഗത്തിന്റെ സമ്മർദ്ദങ്ങളെ CPMനും തള്ളിക്കളയാൻ ആകുമായിരുന്നില്ല. ജോസിൻ ബിനോ CPM പ്രതിനിധിയായി നഗരസഭ അധ്യക്ഷയായി. ഇതോടെ കേരള കോൺഗ്രസ് എമ്മിനെതിരെയും ജോസ് കെ മാണിക്കെതിരെയും പരസ്യ പ്രസ്താവനകളുമായി ബിനു രംഗത്തെത്തി. പാർട്ടി വിരുദ്ധ നിലപാടുകളുടെ പേരിലാണ് പുറത്താക്കിയത്. ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതിൽ ബിനു പുളിക്കക്കണ്ടം വിമർശനം ഉന്നയിച്ചിരുന്നു. പാലാ നഗരസഭയിൽ CPM പാർലമെന്ററി പാർട്ടി നേതാവാണ് നിലവിൽ ബിനു പുളിക്കക്കണ്ടം. ബിനുവിനെ പുറത്താക്കാനുള്ള പാലാ ഏരിയ കമ്മിറ്റിയുടെ തീരുമാനത്തിന് CPM കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗീകാരം നൽകി. പാലാ നഗരസഭയിലെ ചെയർമാൻ സ്ഥാനത്തേക്ക് ബിനുവിനെ കൊണ്ടുവരുന്നതിനെതിരെ കേരള കോൺഗ്രസ് M നിലപാട് എടുത്തതാണ് നഗരസഭയിൽ തർക്കങ്ങൾ തുടരുവാൻ കാരണം. ജോസ് കെ മാണിയെ നിരന്തരം വിമർശിച്ചുകൊണ്ട് ബിനു രംഗത്ത് വന്നിരുന്നു. CPM ജോസിന് രാജ്യസഭാ സീറ്റ് നൽകിയതിനെതിരെയും ബിനു രംഗത്ത് വന്നിരുന്നു. കേരള കോൺഗ്രസിനെതിരെയും രൂക്ഷ വിമർശനം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബ്രാഞ്ച് അംഗമായ ബിനുവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. പാലായിൽ കേരള കോൺഗ്രസിന്റെ എതിർപ്പിനെ തുടർന്ന് ചെയർമാൻ സ്ഥാനം ബിനു പുളിക്കക്കണ്ടത്തിന് നഷ്ടമായിരുന്നു. നേരത്തെ നിലപാടില്ലാത്ത ജോസ് കെ മാണിയോട് രാഷ്ട്രീയ യുദ്ധത്തിന് ഇല്ല എന്ന് വ്യക്തമാക്കിയ ബിനു പുളിക്കക്കണ്ടം കറുപ്പണിഞ്ഞുള്ള സമരം അവസാനിപ്പിക്കുന്നതായും പ്രഖ്യാപിച്ചിരുന്നു. ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെട്ടതിനു പിന്നാലെ പ്രതിഷേധ സൂചകമായി കറുപ്പ് വസ്ത്രം അണിഞ്ഞായിരുന്നു ബിനു പൊതുവേദികളിൽ എത്തിയിരുന്നത്. ജോസ് കെ മാണിക്കെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കാറുള്ള ആളാണ് ബിനു. കേരള കോൺഗ്രസിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബ്രാഞ്ച് അംഗമായ ബിനുവിനെ ഇന്നലെ പുറത്താക്കിയത്. ജനങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാകാതെ പാർലമെന്ററി സ്ഥാനങ്ങൾ നേടിയെടുക്കുന്ന ജോസ് കെ മാണിക്ക് രാഷ്ട്രീയ മര്യാദയില്ല എന്നാണ് ബിനുവിന്റെ നിലപാട്. അടുത്ത കൗൺസിൽ യോഗം മുതൽ വെളുത്ത വസ്ത്രം ധരിച്ചെത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കൗൺസിൽ യോഗത്തിനിടെ കേരള കോൺഗ്രസ് M കൗൺസിലറെ മർദ്ദിച്ചതും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ എതിരാളി മാണി സി കാപ്പന് പിന്തുണ നൽകിയതുമാണ് ബിനുവിനോട് കേരള കോൺഗ്രസിന്റെ ശത്രുതയ്ക്ക് കാരണം. എന്നാൽ ജോസ് കെ മാണിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് CPM തനിക്കെതിരെ നടപടി എടുത്തതെന്ന് രൂക്ഷമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ബിനു ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ചില ആളുകളുടെ താല്പര്യങ്ങൾ കണക്കിലെടുത്താണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടിയെന്നും ബിനു ആരോപിച്ചു. CPM തീരുമാനങ്ങളെ വിമർശിക്കില്ല. രാഷ്ട്രീയ അഭയം തേടി വന്ന ജോസ് കെ മാണിയെ സംരക്ഷിക്കേണ്ട ബാധ്യത CPMനുണ്ട്. പാർട്ടിയുടെ വെറും ബ്രാഞ്ച് അംഗത്തെ വേണോ, ഒരു രാഷ്ട്രീയ പാർട്ടിയുള്ള ജോസ് കെ മാണിയെ വേണോ എന്ന് പാർട്ടിക്ക് തോന്നിയിട്ടുണ്ടാകും. പ്രാദേശിക CPM പ്രവർത്തകർക്ക് തീരുമാനത്തിൽ അതൃപ്തിയുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വിളിച്ച് സംസാരിച്ചു. രാഷ്ട്രീയ തീരുമാനം ഉടനില്ല എന്നും ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. പക്ഷേ അതിലേക്ക് നയിച്ച ഘടകങ്ങൾ ആരുടെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപക്ഷെ പാർട്ടിക്ക് അസാധാരണമായ ചില നടപടികൾ എടുക്കേണ്ടി വന്നു എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും എന്നെ വിളിക്കുന്നുണ്ട്. വിവിധ മുന്നണികളിലും രാഷ്ട്രീയ നേതാക്കന്മാരും CPMന്റെ നേതാക്കന്മാരുൾപ്പെടെ ഉള്ളവർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ധൃതി പിടിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല. ഏതായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പായി, ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ നേതാവിനെതിരെയുള്ള ഒരു വികാരം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയോടെ പാലായിൽ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം കാണിക്കുന്ന ഒരു വികാരം എന്നോട് സംസാരിക്കുന്നവരുടെ വാക്കുകൾ കൂടി എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അത് രാഷ്ട്രീയ ഭേദമന്യേ ഒരുപക്ഷെ രാഷ്ട്രീയപരമായ വിരോധവും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മിത്രങ്ങൾ പോലും നമ്മളെ വിളിച്ച് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിലുള്ള വൈകല്യം ഞാൻ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടതിനാണെന്നാണ്. നാളിതുവരെ ഞാൻ പ്രവർത്തിച്ച് വന്ന ഒരു 8 വർഷക്കാലമായി CPMന്റെ മെമ്പറായിട്ട് പ്രവർത്തിച്ചു വരുന്നു. പാലാ മുനിസിപ്പാലിറ്റിയിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. CPMന്റെ നിലപാടിനെതിരായി, രാഷ്ട്രീയ നിലപാടിനെതിരായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടിനെതിരായി നാളിതുവരെ ഞാൻ ഒരു പ്രവർത്തനം ചെയ്തിട്ടില്ല. CPM എന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് തന്നെ ഞാൻ പറയുന്നു. അവരെ വിമർശിച്ചിട്ടില്ല, ഇനിയും വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. നേതാവിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അല്ല,
ആ രാഷ്ട്രീയ നേതാവിൻ്റെ സ്വഭാവ വൈകല്യത്തെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വത്തെ, അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന രാഷ്ട്രീയ പ്രവർത്തന ശൈലി, അതിനെയാണ് ഞാൻ വിമർശിച്ചത്. അതുമാത്രമല്ല, പാലായിലെ നിരവധിയായ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം തടസ്സം നിൽക്കുന്നു. നിങ്ങൾക്ക് തന്നെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന നിരവധിയായ കാര്യങ്ങൾ. ഇപ്പോൾ ബൈപ്പാസ് റോഡിൻ്റെ കാര്യമാണെങ്കിലും, ഇവിടെ ലണ്ടൻ സ്റ്റൈലിൽ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി അതിൻ്റെ കാര്യമാണെങ്കിലും, കളരിയാമാക്കൽ പാലമാണെങ്കിലും, സെൻറ് തോമസ് കോളേജിൻ്റെ അവിടെ പണിയുന്ന ചെക്ക് ഡാം കം ബ്രിഡ്ജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏകദേശം ഒരു 300-350 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ, അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈകല്യത്തെ മാത്രമല്ല ഞാൻ കുറച്ച് നാളുകളായി വിമർശിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ നീതി നിഷേധം എന്ന് ഞാൻ പറയുന്നില്ല. അവർ അതിന് ജോസ് കെ മാണിയുടെ സമ്മർദ്ദ രാഷ്ട്രീയത്തിന് മുന്നിൽ രാജ്യസഭാ സീറ്റ് അദ്ദേഹം നേടിയെടുത്തതുപോലെ, അല്ലെങ്കിൽ അദ്ദേഹം മുന്നണി മാറുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഭീഷണി, അതൊക്കെ ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ സ്വാഭാവിക നീതി നിഷേധം എന്ന് ഒരുപക്ഷെ എന്നെ ചെയർമാൻഷിപ്പ് എനിക്ക് തരാതെ ഇരിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടാവുമല്ലോ. അതുപോലെ ഇതും സംഭവിച്ചു എന്ന് ഞാൻ കരുതുന്നുള്ളൂ. 100%. അതിൻ്റെ അകത്തൊരു തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി. അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ഞങ്ങളെ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ വെറും ഒരു പാർട്ടി പ്രവർത്തകനായ, വെറും ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ, ഒരു കൗൺസിലർ മാത്രമായ എന്നെ വേണോ, അല്ലെങ്കിൽ ഒരു മുന്നണിയിൽ ഒരു പാർട്ടി, അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇപ്പം ആന മെലിഞ്ഞ പോലെ നിൽക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇവിടെ തെളിച്ച് പറഞ്ഞാൽ ഒരു ക്രിസ്തീയ മുഖമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അദ്ദേഹത്തിൻ്റെ. അതൊരു പക്ഷേ ഇടതുപക്ഷ മുന്നണിക്ക് അനിവാര്യമാണ്. അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. പക്ഷെ ഞാൻ മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന വൈകല്യം തന്നെയാണ്. അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അതാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നാൽ ഞാൻ CPM എന്ന പാർട്ടിക്കെതിരെ നാളെ ഇതുവരെ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല. നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാൻ പറ്റും. പാർട്ടി പറയുന്ന എല്ലാ പരിപാടികളിലും പങ്കെടുത്തുള്ള ഒരു പ്രവർത്തകനാണ് ഞാൻ. പാർട്ടി പറയുന്ന കാര്യങ്ങൾ, പാർട്ടിയുടെ പോളിസി നഗരസഭയിൽ ഉള്ളിലും വെളിയിലും പ്രാവർത്തികമാക്കിയ ഒരാളാണ്. പാർട്ടിക്ക് എന്നോടൊരു വിരോധമുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. പാർട്ടിയെ ഞാൻ ഇപ്പോഴും വിമർശിക്കുന്നുമില്ല. അതേസമയം കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിക്കെതിരെ പാലായിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഭയക്കുന്ന ജോസ് കെ മാണി നാടിന് അപമാനമാണെന്നാണ് ബോർഡിലുള്ളത്. പാലാ പൗരാവലിയുടെ പേരിലുള്ള ഫ്ലെക്സ് ബോർഡിൽ ബിനു പുളിക്കകണ്ടത്തിന് അഭിവാദ്യങ്ങളും എന്നും എഴുതിയിട്ടുണ്ട്. പാലാ നഗരത്തിന്റെ പലയിടത്തും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നേരത്തെ വൻ വിവാദമായ ആപ്പിൾ എയർപോർട്ട് മോഷണത്തിൽ ബിനു പുളിക്കകണ്ടത്തിന്റെ പേര് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. പാലാ നഗരസഭയിലെ കേരള കോൺഗ്രസ് കൗൺസിലർ ജോസ് ചീരാങ്കുഴിയുടെ എയർപോർട്ടാണ് മോഷണം പോയത്. ആഴ്ചകൾക്ക് മുൻപ് ഈ എയർപോർട്ട് മാഞ്ചസ്റ്ററിൽ ജോലി ചെയ്യുന്ന പാലാ സ്വദേശിനിയായ യുവതി പോലീസിന് നൽകുകയായിരുന്നു. പിന്നാലെ ബിനുവിനെ പ്രതിയാക്കി പാലാ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു.